സ്വാന്തനം 2ൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രീദേവിയുടെ അച്ഛൻ കോണിപ്പടി ഒരുങ്ങി പോകാൻ നേരത്ത് നമ്മുടെ ശ്രീദേവിയുടെ അമ്മ ഓടി വന്ന് പറയുന്നുണ്ട്, നിങ്ങളിത് എവിടെ പോവുക, കടക്കാർ വല്ലതും റോഡിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമാവും, നിങ്ങളെ തിരക്കി നടക്കുന്ന കേട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രീദേവിയുടെ അച്ഛനെ തടയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന നമ്മുടെ ബാലൻ ഗോമതി സ്റ്റോറിലിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളിങ്ങനെ കയറി വരുന്നുണ്ട്. ആകാശിനെ തിരക്കി വന്നതാണ്. എന്നിട്ട് അയാൾ പറയുന്നത് നമുക്ക് നാളെ ഉച്ച മുതൽ തുടങ്ങാമെന്ന്. അപ്പോൾ ആകാശം പറയുന്ന നാളെ നമുക്ക് ഉച്ചയ്ക്ക് 1 മണി മുതൽ തുടങ്ങാമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, നാളെ ഉച്ചയ്ക്കൊക്കെ നല്ല തിരക്കാണ് രാമേട്ടാന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ആകാശിന് അത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ തിരക്ക് വന്ന ആളങ്ങ് പോകുന്നുണ്ട്. പക്ഷേ പോയതിന് ശേഷം നമ്മുടെ ആകാശ് ചൂടായിട്ട് ബാലനോട് പറയുന്നുണ്ട്, അച്ഛൻ അയാളുടെ മുമ്പിൽ വെച്ച് എന്നെ കൊച്ചാക്കിയത് വളരെ മോശമായിപ്പോയെന്ന് പറയുമ്പം ബാലൻ പറയുന്നുണ്ട്, ഇനി നീ കൊച്ചാവാൻ എന്തുവാ, നീ കൊച്ചായിക്കൊണ്ടിരിക്കുമല്ലേ എന്ന് പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ധർമ്മജനും രാമേട്ടനും പരസ്പരം നോക്കി അതിശയിച്ച് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. ഒരുമാതിരി ടെൻഷൻ അടിച്ച് നിൽക്കുന്ന കണക്ക്. പിന്നെ കാണിക്കുന്ന നമ്മുടെ ബാലൻ സ്കൂട്ടിയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് വഴിയോരത്ത് വാഴയുടെയൊക്കെ ചോട്ടിലിരുന്ന് നമ്മുടെ ശ്രീദേവിയുടെ അച്ഛനും കൂട്ടുകാരും കൂടി ഇരുന്ന് ചീട്ട് കളിച്ചിട്ട് പിന്നെ വഴക്കുണ്ടാവുന്നുണ്ട്. അങ്ങനെ ശ്രീദേവിയുടെ അച്ഛൻ ഉടുപ്പൊന്നും ഇടാതെ കയ്യിൽ ഉടുത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടി കൂടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നീ എന്തോടാ പറയുന്നത്, നീ കള്ളക്കളി കളിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അടി കൂടുന്നു. പക്ഷേ നമ്മുടെ ബാലന് സൗണ്ട് കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ആളെ മനസ്സിലാവുന്നില്ല. അങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആരാണെന്ന് ശ്രീദേവിയുടെ അച്ഛൻ തന്നെ ആണോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പരസ്പരം അടി കൂടി ബാലൻ്റെ മേളിലോട്ട് ശ്രീദേവിയുടെ അച്ഛൻ മറിഞ്ഞു വീഴുന്നതും കാണിച്ചാണ് നാളത്തെ പ്രൊമോ അവസാനിക്കുന്നത്. അപ്പം ബാലന് ശ്രീദേവിയുടെ അച്ഛൻ വെറും ലോക്കലാണ്, അല്ലെങ്കിൽ അയാൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ മനസ്സിലാവുമോ ഇല്ലയോ എന്നൊക്കെ നാളത്തെ എപ്പിസോഡ് കണ്ടാലേ മനസ്സിലാക്കാൻ സാധിക്കൂ. അതുപോലെ നമ്മുടെ ആകാശ് ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ മീനാക്ഷിയുടെ വീട്ടുകാരുടെ ബലത്തിൽ ആകാശ് അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കുന്ന രൂപത്തിലേക്ക് പോകുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.